വചനമൊഴി. ഏലിയ ശ്ലീഹ മൂശക്കാലങ്ങൾ, ഏലിയാക്കാലം, 1-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 6:20-25, യെശയ്യാ 31:4-9, 2 തെസ്സലോനി 1:3-10, ലൂക്കായുടെ സുവിശേഷം 18:35-43. ആരാധനാക്രമപരമായി ഏലിയ ശ്ലീഹ മൂശക്കാലങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സെപ്റ്റംബർ 14 ആചരിക്കുന്ന ശ്ലീഹായുടെ പുകഴ്ചയുടെ തിരുനാളിനെ കേന്ദ്രീകരിച്ചാണ് ഈ ആരാധനാക്രമകാലം. ശ്ലീഹായുടെ തിരുനാളിന് മുൻപ് ഏലിയാക്കാലവും, ശ്ലീഹായുടെ തിരുനാൾ മുതൽ 3 അല്ലെങ്കിൽ 4 ആഴ്ചകൾ ശ്ലീഹാക്കാലവും, തുടർന്നു വരുന്ന 4 ആഴ്ചകൾ മൂശക്കാലവുമായി ആചരിക്കുന്നു. ശ്ലീഹായുടെ വിജയം, മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം, മനുഷ്യന്റെ മരണം, അന്ത്യവിധി എന്നിവയാണ് ഇക്കാലത്തെ പ്രധാന വിചിന്തന വിഷയങ്ങൾ. ശ്ലീഹ കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ വിശുദ്ധ ജീവിതം നയിക്കുവാനും സ്വർഗോന്മുഖമായി വളരുവാനും മഹത്വപൂർണമായ മിശിഹായുടെ വരവ് നോക്കി പാർത്തിരിക്കുവാനും ഈ ആരാധനാക്രമകാലം നമ്മെ പ്രചോദിപ്പിക്കുന്നു. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ആകാശമധ്യത്തിൽ മഹത്വപൂർണമായി പ്രത്യക്ഷപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ള അടയാളം ശ്ലീഹായാണ്. അതുകൊണ്ട് ശ്ലീഹായുടെ ശക്തിയും വിജയവും മിശിഹായുടെ ദ്വിതീയ ആഗമനം അനുസ്മരിക്കുന്ന ഈ ആരാധനാക്രമകാലത്ത് പ്രത്യേകം അനുസ്മരിച്ചിരുന്നു. ജെറുസലേമിലേക്കുള്ള മിശിഹായുടെ മഹത്വപൂർണമായ യാത്രയിൽ ജെറീക്കോയിൽ എത്തിയപ്പോൾ ഈശോ പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35-43 വരെ വചനങ്ങളിൽ വിവരിക്കുന്ന അന്ധനായ ഭിക്ഷാടകനെ സുഖപ്പെടുത്തുന്ന സംഭവം. മിശിഹായുടെ ജെറുസലേം യാത്രയുടെ ലക്ഷ്യമാണ് ഈ അത്ഭുതത്തിലൂടെ വ്യക്തമാക്കുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ വീണ്ടെടുത്ത് പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ് അവിടുന്ന് ജെറുസലേമിലേക്ക് പോകുന്നതും പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുന്നതും. അന്ധനായ മനുഷ്യൻ ഈശോ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ മിശിഹായെ, എന്നിൽ കനിയണമേ. ഈശോ അവനെ അടുത്ത് വിളിച്ച് താൻ അവനു വേണ്ടി എന്തു ചെയ്യണമെന്ന് ആരാഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടു കിട്ടട്ടെ. തക്ഷണം അവന് കാഴ്ച വീണ്ടു കിട്ടി. ഇവിടെ കാഴ്ച നഷ്ടപ്പെട്ട ഒരുവനാണ് കർത്താവിന്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കുന്നത്. കർത്താവ് അവന് കാഴ്ച വീണ്ടും നൽകുകയാണ്. കാഴ്ച വീണ്ടു കിട്ടിയ അവൻ കർത്താവിനെ അനുഗമിക്കുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന മിശിഹായുടെ ദൗത്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മിശിഹായുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ പ്രഘോഷിച്ചിരുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു എന്ന കാര്യമാണ്. അതുതന്നെയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിലൂടെ ഈശോ ചെയ്യുന്നത്. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായ്ക്കാണ് മനുഷ്യകുലത്തെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നത്. അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈശോ അന്ധനെ സുഖപ്പെടുത്തിയതുപോലെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കർത്താവിന്റെ ശക്തമായ കരത്താൽ ഇസ്രായേലിനെ വിമോചിപ്പിച്ച് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നാം കേൾക്കുന്നത്. അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന നാട്ടിലേക്ക് നയിക്കാനും അത് നൽകാനുമാണ് കർത്താവ് അവരെ വിമോചിപ്പിച്ചത്. കർത്താവ് അവർക്ക് നൽകിയ നിയമങ്ങളെല്ലാം പാലിച്ച് നീതിയുള്ളവരായിരിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നിയമം നൽകിയത്. അത് പാലിച്ച് ജീവിച്ച് വാഗ്ദത്ത നാട്ടിൽ നിലനിൽക്കണമെന്നാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവീക പദ്ധതി. കാഴ്ച നഷ്ടപ്പെട്ട അന്ധന് ഈശോ വീണ്ടും കാഴ്ച നൽകുന്നത് പോലെ വീണുപോയ ഇസ്രായേലിനെ വീണ്ടും ശക്തിപ്പെടുത്തി സംരക്ഷിച്ച് പരിപാലിക്കുന്നതിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ കാണുന്നത്. അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് വീണുപോയ ഇസ്രായേലിനോട് പ്രകാശത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ആഹ്വാനമാണ് പ്രവാചകൻ നൽകുന്നത്. ആദിമസഭയുടെ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ് 3-ാമത്തെ പ്രഘോഷണം. കർത്താവായ മിശിഹ തന്റെ ശക്തരായ ദൂതന്മാരോടൊപ്പം അഗ്നിജാലകളോടുകൂടി ആകാശമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിരയായി കഴിയുന്നവർക്ക് സമാശ്വാസം ലഭിക്കുമെന്നാണ് ശ്ലീഹ പറയുന്നത്.
കർത്താവിന്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് ലേഖനം പറയുന്നത്. ഏലിയാ ശ്ലീഹ മൂശക്കാലങ്ങൾ അന്ധകാരത്തിന്റെ അജ്ഞതയെ നീക്കി പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിച്ച് മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനം കാത്തിരിക്കുവാനാണ് ആഹ്വാനം ചെയ്യുന്നത്. പാപത്തിന്റെ അന്ധകാരത്തിൽ വീണുപോകുന്നവർക്ക് കർത്താവ് കടന്നുവരുന്ന വഴിയരികിൽ കാത്തുനിന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിച്ച് അന്ധകാരത്തെ നീക്കം ചെയ്ത് പ്രകാശത്തിന്റെ പാതയിൽ വീണ്ടും സഞ്ചരിക്കുവാൻ, കാഴ്ച വീണ്ടും ലഭിക്കുവാൻ, അങ്ങനെ അവിടുത്തെ അനുഗമിക്കുവാൻ ഏലിയാ ശ്ലീഹ മൂശക്കാലത്തെ വചനവിചിന്തനങ്ങളും പ്രാർത്ഥനകളും നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.